മനുഷ്യന്മാരെ നശിപ്പിക്കും, കൃഷി നശിപ്പിക്കും. അത് രണ്ടും അപ്പൊ ചെയ്യുന്ന പണി. അത് അല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന. ഇപ്പൊ ഒരു ഭാഗത്ത് സംഭവിച്ചു പോയത്, ഇവിടെ പ്രാധാന്യം നൽകിയിരുന്ന കൃഷിയിൽ നിന്ന് ആളുകൾ പിൻവാങ്ങി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 5 സെന്റ് ഭൂമിയാവട്ടെ അല്ലെങ്കിൽ 10 സെന്റ് ഭൂമിയാവട്ടെ, നിങ്ങളുടെ വീടുകളിച്ചുള്ള സ്ഥലത്ത് ഒരു മാവോ ഒരു പ്ലാവോ ഒരു തെങ്ങോ ഒരു കവുങ്ങോ എന്താണ് ഏറ്റവും പറ്റിയതെങ്കിൽ കൃഷി ചെയ്യുക തന്നെ വേണം. നിങ്ങളുടെ വീട്ടിന്റെ ടെറസ് വീടുകളാണെങ്കിൽ അതിന് മുകളിൽ സാധ്യമാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ മണ്ണ് നിറച്ച് പച്ചക്കറികൾ നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇത് ഒരു പുണ്യകർമ്മമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മായമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള മാർഗമാണ്. മൂന്നാമതായി നമുക്കൊരു സാമ്പത്തികമായ ഒരു ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി ഉണർത്താനുള്ളത്, നമ്മുടെ വീടുകളിൽ സ്ഥലമുള്ളയിടത്തെല്ലാം തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യുവാൻ നാം ശ്രമിക്കുക. നമ്മുടെ വീടുകളിലെ സ്ഥലങ്ങളിൽ തെങ്ങോ കവുങ്ങോ മാവോ പ്ലാവോ ഒക്കെ നടുവാൻ നാം ശ്രമിക്കുക. അത് വീട്ടിനും പരിസര പ്രദേശത്തും നമുക്ക് തണുപ്പ് നൽകും, നമുക്ക് സാമ്പത്തികമായി നന്മ നൽകും, നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ നല്ല വായു ലഭിക്കുവാൻ ഒരു കാരണമായി തീരും. അപ്രകാരം നമ്മൾ ചൂഷണത്തിന് മുക്തമാകാൻ കാരണമാകും. മായമില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കിട്ടും. ചക്കയൊക്കെ ഇന്ന് കേരളീയന്റെ ഏറ്റവും നല്ല ഭക്ഷ്യപദാർത്ഥമായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടും.